നമസ്കാരം ചങ്ങായിവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നതേ അവൻ മേലെ കയറി ഇരുന്നിട്ടുള്ളത് അവന് കുറച്ച് ദേഷ്യം കൂടുതലാണ് എന്നോട്. ഇന്ന് 2 സൈഡ് പുറത്തെടുത്തിട്ട് അതിൻ്റെ ദേഷ്യമുണ്ട്. അപ്പോൾ കയ്യിൽ വരുന്നില്ല, നേരെ തലയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ വന്നിരിക്കുന്നത് ക്രീപ്പ് എന്ന് പറഞ്ഞിട്ട് 2004 പുറത്തിറങ്ങിയ ഒരു സിനിമയുമായിട്ടാണ്. സിനിമയുടെ കഥ എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സജഷൻ തീർച്ചയായും എന്നോട് പറയുകയും വേണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ 2 വർക്കേഴ്സിനെ കാണിക്കുന്നു. അവർ റെയിൽവേ ടണലിൻ്റെ കീഴെ എന്തോ ലീക്കേജൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒരു ചെറുപ്പക്കാരനും മറ്റൊരാൾ കുറച്ച് വയസ്സായ ഒരു മനുഷ്യനുമാണ്. അവരവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ തൊട്ടടുത്ത ടണലിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. വളരെ വിചിത്രമായ ഒരു ശബ്ദം. അതുകൊണ്ട് ഇതെന്താണപ്പാന്നും പറഞ്ഞിട്ട് ആ വയസ്സായ വ്യക്തി അത് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. കൂടെ ആ ചെറുപ്പക്കാരനെയും വിളിക്കുന്നുണ്ട്. പക്ഷേ നീന്തൽ അറിയില്ല, അവിടെ നിറച്ചും വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒഴിയുന്നു. അങ്ങനെ ആ വയസ്സായ ആൾ മാത്രം ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ വയസ്സായ മനുഷ്യൻ നിലവിളിക്കുന്ന ശബ്ദമാണ് ആ ചെറുപ്പക്കാരൻ കേൾക്കുന്നത്. ഉടൻ തന്നെ ആ ചെറുപ്പക്കാരൻ ഓടി അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന സമയത്ത് ആ വയസ്സായ വ്യക്തി അവിടെ പേടിച്ചരണ്ട് ശബ്ദിക്കാൻ പോലും കഴിയാതെ കിടക്കുകയാണ്. ചെറുപ്പക്കാരൻ പോയിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ആകെ പേടിച്ച് കണ്ണൊക്കെ ഉരുണ്ട് നിൽക്കുകയാണ്. അവൻ കണ്ണുകൊണ്ട് തന്നെ പിന്നിലേക്ക് നോക്ക് എന്ന് ഈ ചെറുപ്പക്കാരനോട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനും പേടിച്ച് പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ സമയത്ത് ഒരു പെണ്ണ് വായിൽ നിന്നൊക്കെ രക്തമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളെ ആരോ പിന്നിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. അത് കണ്ടതോടെ ആ ചെറുപ്പക്കാരൻ നിലവിളിച്ച് കരയുന്നു. അതോടെ ആ സീൻ കട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ നായിക കേറ്റ്. അവള് ഭയങ്കര പണക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഒരാളോടും ബഹുമാനവും ഇല്ല, ആരെയും അനുസരിക്കുകയില്ല. ഇപ്പോൾ അവളൊരു ഫംഗ്ഷനിൽ തൻ്റെ ഫ്രണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഒരുത്തൻ ഇവളെ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് നന്നായിട്ട് ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നായിക പറയും, പോയിട്ട് വല്ല പൈസയും സമ്പാദിക്കുന്ന വഴി നോക്ക്, അല്ലാതെ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കല്ലേ എന്നും പറഞ്ഞിട്ട് അവനെ പബ്ലിക്കായിട്ട് കളിയാക്കും. അതിനുശേഷമാണ് അവൾ കാത്തിരിക്കുന്ന ഫ്രണ്ട് ഓൾറെഡി ആ ഫംഗ്ഷന് വന്നിട്ട് പോയി കഴിഞ്ഞു എന്നുള്ള കാര്യം അവൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ചിട്ട് അവൾ വേഗം അവിടെ നിന്നും പുറപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. രാത്രി ഏറെ വൈകിയതിനാൽ ഇനി വേറെ ഒരു വണ്ടിയും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവൾ ലോക്കൽ ട്രെയിനിൽ പോകാൻ തീരുമാനിക്കുന്നു. ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ചില്ലറയില്ലാത്തതുകൊണ്ട് ആ മെഷീനോട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ സമയത്ത് ആ പ്ലാറ്റ്ഫോമിൽ ഒരു സ്ത്രീ ഒരു നായക്കുട്ടിയെയും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾ പറയും, ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ പൈസ കുറച്ച് കൂടുതലാവും. അതിന് ഈ പെണ്ണിനെന്താ കുഴപ്പം, പുള്ളിക്കാരി പൈസക്കാരിയല്ലേ. അവൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് ആ ടിക്കറ്റ് വാങ്ങുന്നു. അങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നായിക. പക്ഷേ അതിനിടയിൽ അവൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് ഉറക്കം ഞെട്ടി നോക്കുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ആരുമില്ല. ഒരുപാട് നേരം കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ റെയിൽവേ സ്റ്റേഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എവിടെയൊക്കെ നോക്കിയിട്ടും ഒരാളെപ്പോലും അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അവസാനം ഒരു ട്രെയിൻ അങ്ങോട്ടേക്ക് വരുന്നു. അമ്മാടാ ഭാഗ്യം, ഈ ട്രെയിനിലെങ്കിൽ ഈ ട്രെയിനിൽ കയറി പോകാമെന്നും പറഞ്ഞിട്ട് നായിക ഓടി ആ ട്രെയിനിലേക്ക് കയറുന്നു. പക്ഷേ എന്തോ ആ ട്രെയിനിൽ ഒരാളെപ്പോലും അവൾക്ക് കാണാൻ സാധിച്ചില്ല. ട്രെയിൻ സാവധാനം മൂവ് ചെയ്തു തുടങ്ങി. പക്ഷെ കുറച്ചങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഒരു ടണലിനടുത്ത് എത്തിയപ്പോഴേക്കും ആ ട്രെയിൻ പതിയെ നിന്നു. അവളെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഗിയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത ബോഗിയിലേക്കൊക്കെ പോയി നോക്കി. പക്ഷേ എവിടെയും ഒരാൾ പോലും ഇല്ല. അവസാനം എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ നേരെ ലോക്കോ പൈലറ്റിന്റെ മുറിയിലേക്ക് എത്തുന്നു. വാതിൽ അടച്ചിട്ടിട്ടാണുള്ളത്. അവൾ ആ വാതിൽ തട്ടി ലോക്കോ പൈലറ്റിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടും വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം വാതിലിനപ്പുറം ആ ലോക്കോ പൈലറ്റ് വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് പക്ഷേ നായികയ്ക്ക് കാണാനും പറ്റില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ് നമ്മുടെ നായിക. അപ്പോൾ പെട്ടെന്ന് ആരോ തൻ്റെ പിന്നിലൂടെ വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ ആ പാർട്ടിയിൽ വെച്ച് നായികയെ വായി നോക്കിയ ഒരുത്തനില്ലേ, അവൻ നായികയെ അവിടെ മുതലേ ഫോളോ ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു. അവൻ നായികയോട് പറയും, ഇപ്പോൾ ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാത്രമാണ് ഈ ട്രെയിനിലുള്ളത് എന്നും പറഞ്ഞ് അവൻ നായികയെ കയറി പിടിക്കുന്നു. നായിക നിലവിളിച്ച് അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ആ കമ്പാർട്ട്മെന്റിന്റെ ഡോറ് തനിയെ തുറക്കുന്നു. ആ ഒലിപ്പീരി പാർട്ടിയെ ആരോ കാലിൽ പിടിച്ച് വലിച്ചു കഴിച്ചു കൊണ്ടുപോകുന്നു. നായികയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവൾ പതിയെ ആ വാതിലിനടുത്തേക്ക് പോയി എത്തി നോക്കുന്നു. അപ്പോൾ കാണുന്നത് ആ ഒലിപ്പീരി പാർട്ടിയെ ആരോ ക്രൂരമായി തല്ലി ചതച്ചിരിക്കുന്നതാണ്. തലയിലൂടെയും വായിലൂടെയൊക്കെ രക്തം ഒഴുകുന്നുണ്ട്. ഇവിടെ നിന്ന് വേഗം പോ എന്ന് അവൻ നിലവിളിച്ച് കരയുന്നു. നായിക പേടിച്ച് വിറച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ വീണ്ടും അവൾ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തുന്നു. അവൾ ഒരുപാട് ശ്രമിച്ചു നോക്കിയെങ്കിലും ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു വഴിയും അവൾക്ക് കാണാൻ സാധിച്ചില്ല. ഒരു വാതിലുണ്ടായിരുന്നത് പൂട്ടിയിട്ടുമാണുള്ളത്. പെട്ടെന്ന് അവൾക്ക് പിന്നിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. അവളാകെ പേടിച്ച് വിറച്ച് അതെന്താണെന്ന് നോക്കുന്നു.
അത് ഒരു പട്ടിക്കുട്ടിയായിരുന്നു. ഈ പട്ടിക്കുട്ടി ഓർമ്മയുണ്ടല്ലോ അല്ലേ? നേരത്തെ നമ്മുടെ നായികയ്ക്ക് ടിക്കറ്റ് കൊടുത്ത പെണ്ണിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ പട്ടിക്കുട്ടി. ആ പട്ടിക്കുട്ടി പെട്ടെന്ന് അവിടെ നിന്നും ഓടിപ്പോകാൻ തുടങ്ങി. നമ്മുടെ നായികയും അതിനെ ഫോളോ ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങി. ആ നായക്കുട്ടി ഓടി ഓടി ഒരു ബേസ്മെന്റിന്റെ ഉള്ളിലേക്ക്, ഒരു സ്റ്റോറേജ് പോലെ എന്തോ ഒരു റൂമിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. നായികയും അതിന്റെ പിന്നാലെ കയറിപ്പോയപ്പോൾ നേരത്തെ ടിക്കറ്റ് കൊടുത്ത ആ പെണ്ണും അവളുടെ ഭർത്താവും ആ ബേസ്മെന്റിൽ കിടന്നുറങ്ങുന്നതാണ് നായിക കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ആരും കിടക്കാൻ പാടില്ലാത്തത് കൊണ്ട് അതിനുള്ളിൽ ആരും കാണാതെ സീക്രട്ടായിട്ട് താമസിക്കുകയാണെന്ന് തോന്നുന്നു. നായിക അവരോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ അവരതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നായിക ഒരുപാട് ക്യാഷ് അവർക്ക് നേരെ വെച്ച് നീട്ടുന്നു. എന്നിട്ട് പറയുന്നു, എന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലേക്ക് കൂട്ടിച്ചെന്നാൽ ഈ പണം നിങ്ങൾക്ക് തരാമെന്ന്. അങ്ങനെ അവസാനം ആ പെൺകുട്ടിയുടെ ഭർത്താവ് അതിന് സമ്മതിക്കുന്നു. അയാൾ അവളെയും കൂട്ടിയിട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് പോകുന്നു. അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ ആ ടിക്കറ്റ് കൊടുത്ത പെണ്ണിലെ അവളെ ആരോ ആക്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ CCTV ക്യാമറകളുണ്ട്. പക്ഷേ ഈ നടക്കുന്ന ഇൻസിഡൻസ് ഒന്നും ആ ക്യാമറയിൽ റെക്കോർഡാവുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ നായികയെ ആ പെൺകുട്ടിയുടെ ഭർത്താവ് കൂട്ടിയിട്ട് പോകുന്നതിനിടയിൽ നേരത്തെ വന്ന ആ ഒലിപ്പീരി പാർട്ടിയിലെ പുള്ളിക്കാരൻ അവിടെ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നുണ്ട്. അയാൾക്ക് നടക്കാനോ അനങ്ങാനോ പോലും കഴിയുന്നില്ല. ഇവർ രണ്ടുപേരും ചേർന്ന് അവനെ വലിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുന്നു. അതേസമയം ആ പട്ടിക്കുട്ടി മാത്രം അവിടേക്ക് വരുന്നു. അതിന്റെ ദേഹത്താകമാനം രക്തം പുരണ്ടിരിക്കുന്നു. അവളുടെ ഭർത്താവ് വേഗം സ്റ്റോർ റൂമിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ നിറയെ ബ്ലഡ് കിടക്കുകയാണ്. ആ പെണ്ണിനെ ആരോ അടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയതുപോലെ ബ്ലഡിന്റെ പാടുകൾ കാണാം. പാവം മനസ്സ് തകർന്നു പോയി അയാളുടെ. അങ്ങനെ ആ ബ്ലഡിന്റെ പാടുകൾക്ക് പിന്നാലെ അവൻ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട്. അവസാനം റെയിൽ പാളത്തിലേക്ക് ആ പെണ്ണിനെ വലിച്ചിഴച്ചതുപോലെ രക്തത്തിന്റെ പാടുകൾ അവിടെ അവസാനിക്കുന്നു. പിന്നീട് എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് അയാൾ. മറുവശത്ത് നായിക എങ്ങനെയൊക്കെയോ കൂടി കൺട്രോൾ റൂമിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു. അവിടെ ഒരു മനുഷ്യൻ എടുക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നതിനിടയിൽ ആ വ്യക്തിയെയും ആരോ കഴുത്തറുത്ത് കൊല്ലുന്നു. അയാൾ കരയുന്ന ശബ്ദം നായികയ്ക്ക് ഫോണിലൂടെ കേൾക്കാമായിരുന്നു. അതോടെ ആകെ പേടിച്ചരണ്ടുപോയി നമ്മുടെ കേറ്റ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ് അവളിപ്പോൾ. തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോഴേക്കും ആ ഒലിപ്പീര് പാർട്ടിയും മരിച്ചുപോയിരുന്നു. അതോടെ നായികയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. ഇനിയും താൻ ഇവിടെ നിന്നാൽ ഇവരെ പോലെ താനും മരിക്കേണ്ടി വരും. തന്നെയും ആരെങ്കിലും കൊല്ലും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയാണ് അവൾ. അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നതിനിടയിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ വീണ്ടും കാണുന്നു. അവനാണെങ്കിൽ ഭാര്യയെ കാണാത്തതിന്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. നായിക അവനോട് കേണപേക്ഷിക്കുന്നു, എങ്ങനെയെങ്കിലും തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന്. അവനും ഒടുവിൽ സമ്മതിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഈ റെയിൽ പാളത്തിലൂടെ നടന്നു പോയാൽ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സാധിക്കും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ആ റെയിൽ പാളത്തിലൂടെ നടക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഇവരുടെ പിന്നിലൂടെ ഒരു ട്രെയിൻ വരുന്നു. അവർ സൈഡിലേക്ക് മാറി ഒതുങ്ങി നിൽക്കുന്നു. ആ ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയും, ആ ട്രെയിനിൽ എൻ്റെ ഭാര്യയെ കൊന്നവരുണ്ടാവും, അവരെ ഞാനും കൊല്ലും എന്നും പറഞ്ഞിട്ട് അവൻ ആ ട്രെയിനിനുള്ളിലേക്ക് കയറുന്നു. നായിക ഒരുപാട് തവണ തടുത്തിട്ടും അവൻ അതൊന്നും കേൾക്കാതെ ട്രെയിനിലേക്ക് കയറുന്നു. ട്രെയിനിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ആ ചെറുപ്പക്കാരന് എന്തൊക്കെയോ വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. ആരോ ട്രെയിനിന് മുകളിലൂടെ ഓടുന്നത് പോലെയൊക്കെ. അപ്പോഴേക്കും നായികയും അവിടെ എത്തി. പക്ഷേ നായിക കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നായികയുടെ മുന്നിൽ വെച്ച് തന്നെ ആരോ ആ ചെറുപ്പക്കാരനെ മുകളിലേക്ക് ഉയർത്തി ക്രൂരമായിട്ട് കൊന്നു തള്ളുന്നു. ഇത് കണ്ടതോടെ നായിക പേടിച്ച് വിറക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. എവിടേക്ക് ഓടാൻ, എങ്ങോട്ട് പോവാൻ ഒരു പിടിയുമില്ലാതെ നെട്ടോട്ടം. അങ്ങനെ അവൾ ഓടി ഓടി ആദ്യം ഒരു ടണൽ കാണിച്ചില്ലേ, അതുവഴി ഉള്ളിലേക്ക് കയറി ഒരു ഗോഡൌണിലെത്തുന്നു. പെട്ടെന്ന് അവിടെ ലൈറ്റ് ഓഫ് ആവുന്നു. അതോടെ നായികക്ക് മനസ്സിലായി ആ കില്ലർ ഇവിടെയും എത്തിയിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ നായിക അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിന് പിന്നിലായിട്ട് ഒളിച്ചിരിക്കുന്നു. പക്ഷേ ആ കില്ലർ നമ്മുടെ നായികയെ കണ്ടെത്തുന്നു. അവനെ കാണാൻ തന്നെ ഒരുമാതിരി വികൃത രൂപം. ഇങ്ങനെ മനുഷ്യരെ പിടിച്ച് കൊന്ന് അവരെ തന്നെ തിന്ന് ബാക്കിയുള്ള മനുഷ്യന്റെ ഇറച്ചി അവിടെയുള്ള എലികൾക്കും കൊടുത്താണ് അവൻ ജീവിക്കുന്നത്. അതുമാത്രമല്ല അവിടെ ഒരു കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ പിടിച്ചുകൊണ്ടുവരുന്ന മനുഷ്യനെ ഇടാൻ വേണ്ടിയിട്ട്. ആ കൂട്ടിലേക്ക് നായികയെയും പിടിച്ചിടുന്നു. അതേസമയം നായിക ആ കൂട്ടിൽ മറ്റൊരാൾ കൂടി ജീവനോടെ ഉള്ളത് മനസ്സിലാക്കുന്നു. അതാരാണെന്ന് മനസ്സിലായോ? നമ്മൾ ആദ്യം ആ ടണലിനുള്ളിൽ വർക്ക് ചെയ്യാൻ വന്ന 2 വർക്കേഴ്സിലെ അതിലെ ആ ചെറുപ്പക്കാരനാണ് ആ ജീവനോടെ ഉള്ളത്. അവന്റെ പേര് ജോർജ് എന്നാണ്. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കുന്നു. ആ കില്ലർ ജീവനോടെയുള്ള മനുഷ്യന്മാരെ തിന്നുകയില്ല എന്നും മരിച്ചതിന് ശേഷം മാത്രമേ അയാൾ ഭക്ഷിക്കുകയുള്ളൂ, ബാക്കിയുള്ളത് എലിക്കും കൊടുക്കുമെന്ന് ജോർജ് കെയ്റ്റിനോട് പറയുന്നു. അപ്പോൾ നായിക പറയും, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആ സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും തൊട്ടപ്പുറത്തുള്ള ഒരു കൂടിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് നായിക ശ്രദ്ധിക്കും.
സോ അതുവഴി രക്ഷപ്പെട്ടു പോകാമെന്ന് അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കൂടിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ അടിയിലൂടെ, അതായത് വെള്ളത്തിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അടിയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൂട്ടിലേക്ക് കടക്കാൻ സാധിക്കും. അങ്ങനെ നായിക അടിയിലൂടെ നീന്തി അടുത്ത കൂട്ടിലെത്തുന്നു. എന്നിട്ട് അതിനുശേഷം അതുവഴി പുറത്തേക്ക് കടന്ന് ജോർജിനെ രക്ഷിക്കാൻ നോക്കുന്ന സമയത്തിനുള്ളിൽ ആ കില്ലർ അങ്ങോട്ടേക്ക് വരും. നായിക പെട്ടെന്ന് അവിടെ ഒളിച്ചു നിൽക്കും. ജോർജ് മരിച്ചതുപോലെ കിടക്കുകയും ചെയ്യും. കില്ലർ വന്നിട്ട് ജോർജ് മരിച്ചോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ കുന്തം എടുത്തിട്ട് അവനെ കുത്തി നോക്കുകയൊക്കെ ചെയ്യും. ആ സമയം നോക്കിയിട്ട് നായിക അവൾ ഇട്ടിരുന്ന ചെരുപ്പിന്റെ ഹീൽസ് എടുത്ത് ആ കില്ലറുടെ തലയിലേക്ക് ആഞ്ഞടിക്കും. അത് തലയിൽ തുളച്ചു കയറും. ആ കില്ലർ അവിടെ വീണുപോകും. ആ സമയത്ത് നായിക ജോർജിനെയും രക്ഷപ്പെടുത്തി അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പോകുന്ന വഴിയിലൊക്കെ ആ നികൃഷ്ട ജീവി മൃഗീയമായി കൊന്ന മനുഷ്യ ശരീരങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. അവസാനം അവർ ഒരു റൂമിലെത്തുന്നു. അത് മറ്റുള്ള റൂമുകളിൽ നിന്ന് കുറെ വ്യത്യസ്തമാണ്. കുറെ നല്ല നല്ല വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ആ റൂമിൽ തന്നെ ഒരു പെണ്ണിനെയും കെട്ടിയിട്ടിട്ടുണ്ട്. നേരത്തെ നായികയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് കൊടുത്ത അതേ പെണ്ണ്. അത് കണ്ടതോടെ നായിക അലറി വിളിക്കാൻ തുടങ്ങി. ഇവള് മരിക്കാൻ കാരണം ഞാനാണ്, ഇവളെ കൊന്നത് ഞാനാണ് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരുന്നു. അപ്പൊ ജോർജ് പറയും, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. അങ്ങനെ ജോർജ് മറ്റൊരു വഴിയും കാണാതെ അവിടെ ടണലിലേക്ക് പോകുന്ന ആ ചുമര് ചവിട്ടി പൊളിക്കുന്നു. എന്നിട്ട് അതുവഴി അവർ പുറത്തേക്ക് ഓടുന്നു. അപ്പോഴേക്കും കില്ലറും അവിടെ എത്തിയിരുന്നു. ആ കില്ലർ അവരെ പിടിക്കാൻ വേണ്ടി പിന്നാലെ പോകാൻ നോക്കുന്ന സമയത്ത് ആ റൂമിൽ ഒരു പെണ്ണ് കരയുന്ന ശബ്ദം കേൾക്കുന്നു. അവൻ പോയി നോക്കുമ്പോൾ നേരത്തെ പിടിച്ചു കെട്ടിയിരിക്കുന്ന പെണ്ണിലെ പട്ടിക്കുട്ടിയൊക്കെ വെച്ചിട്ടുള്ള ടിക്കറ്റ് കൊടുത്ത പെണ്ണ്, അവള് മരിച്ചിട്ടില്ലായിരുന്നു. അവള് നിലവിളിക്കാൻ തുടങ്ങി. ഉടനെ കില്ലർ ആ റൂമിലേക്ക് പോയിട്ട് ഒരു ഡോക്ടർ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്യുമോ അതുപോലെ ഇവനും ഗ്ലൗസ് ഒക്കെ ഇട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ട് തയ്യാറെടുക്കുകയാണ്. അതിനുശേഷം ആ പെണ്ണിനെ വളരെ ക്രൂരമായിട്ട് അറുത്തറുത്ത് കൊല്ലുന്നു. മറുവശത്ത് നായികയും ജോർജും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ അവരൊരു സീക്രട്ട് വീട് കാണുന്നു. അത് ആ കില്ലറുടെ വീടായിരിക്കുമെന്ന് സംശയം തോന്നി അവർ അതിനുള്ളിലേക്ക് കയറുന്നു. അവിടെയൊക്കെ ചെക്ക് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ പഴയ നായക്കുട്ടിയില്ലേ, അതിനെയും അവിടെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നുണ്ട്. നായിക അതിനെ റിലീസ് ചെയ്യും. അതിനുശേഷം അവിടെ ചെക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു ഫോട്ടോ കിട്ടും. ഒരു ഡോക്ടർ ഒരു മൊട്ടക്കുട്ടിയെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ. ശരിക്കും ആ മൊട്ടക്കുട്ടിയാണ് ഇപ്പോഴത്തെ ആ കില്ലർ. ആ ഡോക്ടർ ഓരോ സർജറികളൊക്കെ ചെയ്ത് ഓരോ റിസർച്ചൊക്കെ ചെയ്താണ് അവൻ ഈ രൂപത്തിലായത്. അപ്പോഴേക്കും കില്ലറും അവിടെ എത്തി. അവൻ ജോർജിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ജോർജ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അവൻ തിരിച്ച് ആ കില്ലർ അടിച്ച് മുഖമൊക്കെ ഉടച്ച് പണ്ടാരടക്കി. അപ്പോൾ ഹീറോയിൻ എന്ത് ചെയ്തു എന്നറിയോ, ഒരു വലിയ ഇരുമ്പ് റോഡ് എടുത്ത് അവനെ തലക്കടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. അതേസമയം ആ കില്ലർ ഒരു പാവത്തിനെ പോലെ എന്നെ വെറുതെ വിട്, ഞാൻ ഇവിടുന്ന് ഓടിപ്പൊക്കോളാം, ഇനി ആരെയും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി പറയുന്നു. അത് കേട്ടപ്പോൾ നായികയ്ക്ക് വിഷമം വരും. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആ സെക്കൻഡിൽ കില്ലർ അവൻ്റെ വിശ്വരൂപം കാണിക്കും. അവൻ ജോർജിനെ അടുത്തുണ്ടായിരുന്ന ഒരു കമ്പിയിലേക്ക് തലയടക്കം കുത്തിക്കയറ്റി അവനെ അവിടെ വെച്ച് കൊല്ലും. അത് കണ്ടതോടെ ഹീറോയും വീണ്ടും പേടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി അവസാനം അവൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കാനുള്ള വഴി കണ്ടെത്തുന്നു. പക്ഷെ അവൾ അവിടത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കില്ലർ അവിടെ എത്തുന്നു. അവൻ കേറ്റിനെ വീണ്ടും അടിച്ച് ആ കൂട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ നായിക അവൻ്റെ കയ്യിൽ ഒരു ബാൻഡ് കാണുന്നു. അതിൽ ഗ്രേഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അവൾ പെട്ടെന്ന് ഗ്രേഗ് എന്ന് അവനെ വിളിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവൻ അത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്നു. ആ ഒരു ഗ്യാപ്പ് നോക്കി നായിക അവിടെ കിട്ടിയിരുന്ന ഒരു കമ്പി എടുത്ത് ആ കില്ലറുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കുന്നു. ആ കമ്പിയോട് ചേർന്നിട്ട് ഒരു ചെയിനും ഉണ്ടായിരുന്നു. ആ ചെയിൻ എടുത്തിട്ട് റെയിൽപാളത്തിലേക്ക് വലിച്ചെറിയുന്നു. എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് ഒരു ട്രെയിനും അങ്ങോട്ടേക്ക് വരുന്നു. ഈ കമ്പി ആ ട്രെയിനിൽ തടഞ്ഞ് കില്ലറുടെ തല അങ്ങനെ അറുത്ത് മാറുന്നു. അങ്ങനെ ഹീറോയിൻ നടന്ന് ആ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. കാണാനിപ്പോൾ ഒരു പിച്ചക്കാരിയെ പോലെയുണ്ട്. ആകെ പേടിച്ചരണ്ട്. ജോർജിൻ്റെയും മറ്റേ ആ പെൺകുട്ടിയുടെയും മരണത്തിന് കാരണം താനാണ് എന്നുള്ള കുറ്റബോധം കൊണ്ട് വിഷമിക്കുകയാണ് അവൾ. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാസഞ്ചർ ഇവൾ പിച്ചക്കാരിയാണെന്നും പറഞ്ഞിട്ട് ഒരു നാണയത്തൊട്ട് അവൾക്ക് മുന്നിലേക്കായി വെച്ചു കൊടുക്കുന്നു. നായിക ആ നാണയത്തൊട്ട് വിഷമത്തോടെ നോക്കി കരയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള സിനിമാ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ